മുതലപ്പൊഴി അഴിമുഖത്ത് മണൽ അടിഞ്ഞതിലെ പ്രതിസന്ധിയിൽ മത്സ്യത്തൊഴിലാളി സംയുക്ത സമരസമിതിയും മന്ത്രി സജി ചെറിയാനുമായി നാളെ ചർച്ച നടക്കും. ചർച്ചയിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കാനാണ് തീരുമാനം. CITU ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസ് ഉപരോധിക്കുകയാണ്. ഇപ്പോൾ CITU നേതാവ് സംസാരിക്കുകയാണ്. തത്സമയം പശ്ചാത്തലത്തിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഫിഷറീസ് വകുപ്പ് മന്ത്രി സഖാവ് സജി ചെറിയാൻ മുൻകൈയെടുത്തുകൊണ്ട് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പഠന റിപ്പോർട്ട് തയ്യാറാക്കി. ആ പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 156 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി. ആ പ്രോജക്റ്റ് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു. കേന്ദ്ര സർക്കാർ അതിൽ കുറേ കാര്യങ്ങൾ കൂടി മാറ്റം വരുത്തണമെന്ന് പറഞ്ഞ് അത് തിരിച്ചു നൽകി. അതിനുശേഷം വീണ്ടും അത് മാറ്റം വരുത്തി കൊടുത്തു. 3 മാസം ആ പ്രോജക്റ്റ് അനുവദിച്ച പ്രോജക്റ്റ് നടപ്പിലാക്കുന്നതിൽ അതിന്റെ മേൽ അടയിരുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. അതല്ല അത് ഈ പറയുന്ന രണ്ടാണ്. ഒന്ന് ഡ്രഡ്ജിംഗ് ആണ് ഇപ്പൊ നടത്തുന്നത്. ഡ്രഡ്ജിംഗിന്റെ ഭാഗമായിട്ട് അതെ നിങ്ങൾ പറഞ്ഞത് അത് ശരിയാ. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഈ പുലിമുട്ടിന്റെ നിർമ്മാണ വൈകല്യം പരിഹരിക്കാതെ നമുക്ക് ഈ പറയുന്ന മണൽ വന്ന് മൂടുന്നത് ശാശ്വതമായി പരിഹരിക്കാൻ കഴിയില്ല. അതിൽ കാലാനുസൃതമായി ട്രെഡ്ജ് സ്ഥിരമായിട്ട് ട്രെഡ്ജ് ചെയ്ത് മണ്ണ് മാറ്റണം. അത് മറ്റിപ്പോ നീണ്ടകര പോലെ മറ്റ് തുറമുഖങ്ങൾ പോലെ ഇവിടെയും അതിനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഇതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അതിന് വേണ്ടുന്ന നടപടികളാണ് സർക്കാരുമായിട്ട് ആലോചിച്ച് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ CITU എന്നുള്ള നിലയിൽ ഇന്ന് നമ്മൾ ഈ പറഞ്ഞ നേതാക്കന്മാരും മന്ത്രിയുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് ഉണ്ടാക്കും. ശക്തമായ സമരം അത് ശക്തമായ അതെ. ഇന്ന് തൊഴിൽ മന്ത്രിയാണ്. അതെ, ഫിഷറീസ് തൊഴിൽ മന്ത്രിയായിട്ട് പഞ്ചായത്തിനെ ബാധിക്കുന്ന വിഷയമാണ്. ഈ വെള്ളക്കെട്ടുണ്ടായി കഴിഞ്ഞാൽ 7 പഞ്ചായത്തിനെ ബാധിക്കുകയാണ്. ഈ പഞ്ചായത്തിൽ കിടക്കുന്ന ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴത്തേക്ക് സർക്കാർ സംവിധാനങ്ങൾ മൊത്തം ഇവിടെ വരും. അന്ന് ഞങ്ങൾ ഈ പൊഴി തുറക്കാൻ അനുവദിക്കില്ല. CITU ഒരംഗം പോലും ഇവിടെ നിന്ന് പൊഴിക്കാത്ത മാറത്തില്ല. ഞങ്ങൾ മരണം വരെ അവിടെ കിടക്കും. കാരണം വെച്ചാൽ 7 പഞ്ചായത്തിനെ ബാധിക്കുന്ന ഒരു വിഷയമാണിത്. ഇന്ന് ഒരാഴ്ച ഇവിടെ മഴ പെയ്യുമെങ്കിൽ വക്കം പഞ്ചായത്ത്, അഞ്ചുതെങ്ങ് പഞ്ചായത്ത്, കടക്കാവൂർ, മുതാക്കൽ, ചിറയൻകീഴ്, ശാർക്കര, ചിറയൻകീഴ് പഞ്ചായത്ത്, അടൂർ പഞ്ചായത്ത്, കടങ്ങൾ 7 പഞ്ചായത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണിത്. അന്നൊരു വിഷയമായിട്ട് ഈ നേതാക്കൾ ഉൾപ്പെടെ ഞങ്ങളെ സമീപിക്കാൻ വന്നാൽ ഞങ്ങൾ മരണം വരെ പൊഴിക്കാത്തന്നെ കിടക്കുന്ന CITU പറയണം. ഞങ്ങൾ പൊഴി തുറക്കാൻ അനുവദിക്കുന്നതല്ല. ഇന്ന് ജനങ്ങളെ കൊണ്ട് ഒരാഴ്ച ഒന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ നേതാക്കന്മാർ നമ്മളെ കാണാൻ ഇവിടെ വരും. ഈ സർക്കാർ സംവിധാനം തന്നെ മൊത്തം വരും. ഞങ്ങൾക്കറിയാം. ഞങ്ങൾ കാലങ്ങളായിട്ട് ഞങ്ങൾ അനുഭവിച്ചിരിക്കുന്നതാണ്. അന്ന് ഞങ്ങൾ ഈ ഒരു കാരണവശാലും ഈ പൊഴി തുറക്കാൻ അനുവദിക്കുന്നില്ല. അത് മാധ്യമങ്ങളുടെ മുന്നിൽ പറയണം. മരണം വരെ തന്നെ. അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം നിങ്ങളല്ലേ. ഞങ്ങളെല്ലാവരും ഇവിടെ സംയുക്തമായിട്ട് സമരം നടത്തി. ഞങ്ങളെ എല്ലാ സർക്കാരിനെ അറിയിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാരിനെ എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. എന്നിട്ടും ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഞങ്ങൾ കിട്ടിയിട്ടില്ല. ഞങ്ങൾ ചുമട്ടുതൊഴിലാളിക്കാരാണ്. ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളിയുടെ ബുദ്ധിമുട്ടും ഞങ്ങളെ ബുദ്ധിമുട്ടും കൊണ്ടാണ് ഞങ്ങൾ ഈ സമരത്തിന് വേണ്ടി ഇറങ്ങി. അതുകൊണ്ട് പറയാണ്, പൊഴി അടഞ്ഞിടുന്ന 7 പഞ്ചായത്തിനെ ബാധിക്കുന്ന വിഷയമാണ്. വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ സർക്കാരിന് ഒരു സമാധാനം കൊണ്ട് ആ പൊഴി തുറക്കാൻ ഞങ്ങൾ അനുവദിക്കുന്നില്ല. CITU പറയാം. ബിനിൽ നിലവിൽ ഇപ്പോൾ സംസാരിച്ചത് പ്രദേശവാസിയും കൂടെ ആയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഇപ്പോൾ എന്തായാലും പറഞ്ഞത് സമരവുമായി മുന്നോട്ട് പോകും. ഇന്നിപ്പോൾ CITUവിൻ്റെ നേതൃത്വത്തിൽ നടന്നത് ഒരു സൂചന പണിമുടക്ക് മാത്രമാണ്, സൂചന ഉപരോധം മാത്രമാണ്. കാലാകാലങ്ങളായി ഇവർ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇത്തരത്തിൽ മണൽ അടിഞ്ഞുകൂടുന്നത്. എന്തായാലും ഇന്നിപ്പോൾ മന്ത്രി വി ശിവൻകുട്ടിയുമായി അടക്കം ഇപ്പോൾ CITU നേതാക്കൾ കാണുന്നുണ്ട്. അദ്ദേഹവുമായി ചർച്ച ചെയ്തതിനു ശേഷം ഇന്ന് ഒരു ശാശ്വത നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ലെങ്കിൽ നാളെ മുതൽ ശക്തമായ സമരപരിപാടികളിലേക്ക് കടക്കാനാണ് CITUവിൻ്റെ തീരുമാനം. അതിനോടൊപ്പം തന്നെ അല്പസമയം മുമ്പ് ഇവിടെ INTUCയും ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസ് ഉപരോധിച്ച് ഇവിടെ ഈ ഓഫീസ് പൂട്ടി റീത്ത് വെച്ചിരുന്നു. എന്തായാലും മത്സ്യത്തൊഴിലാളികളെയും ഇവിടുത്തെ പ്രദേശവാസികളെയും കാര്യമായി ബാധിക്കുന്ന ഈ പ്രശ്നത്തിൽ അടിയന്തര നടപടി തന്നെയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. പിന്നിൽ ഓക്കെ, വ്യക്തമാണ്. ഹാൻസ് ജോണാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. മുതലപ്പൊഴി മണൽത്തിട്ട രൂപപ്പെട്ടതുമായി ബന്ധപ്പെട്ട സമരത്തിലേക്ക് CITU കടന്നിരിക്കുന്നു. ഫിഷറീസ് മന്ത്രിയുമായി ഉടൻ ചർച്ച.